കാരണം ക്ഷീണം വരുമ്പം ഭാര്യനോട് വെറുപ്പ് പിടിക്കുകയാണ്, കഴിയാതെ വരുമ്പം വെറുപ്പ് പിടിക്കുകയാണ്. നാം പുരുഷനാകുന്ന ഭർത്താവായ നീ ഗർഭം ചുമന്ന ഭാര്യ അവളെ രാവിലെ ദോശ ഉണ്ടാക്കി തന്നപ്പോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തന്നപ്പോ വേണ്ടതുപോലെ രുചിയാകാതിരുന്നപ്പോ നിനക്ക് വെറുപ്പ് പിടിച്ചു പോയി. അവളെ വയറ്റിലൊരാള് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം പോലും നിനക്ക് കാണാനില്ല. അപ്പം വെറുപ്പ് പിടിക്കുമ്പോ ഈ ഉമ്മ എന്താ പറയുന്നത്? ആ നിന്റെ ഭാര്യ എന്താ പറയല്? വയറ്റിൽ കുട്ടിയുണ്ട് കൊണ്ടൊന്നും പറയരുത് എന്നാണോ? അല്ല, ക്ഷമയോടെ കേട്ടിരിക്കുകയാണ്. അല്ലേ? എന്തൊരു ക്ഷമയാ! എന്താ കാരണം എന്നറിയോ? എനിക്ക് അതേ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുടെ ബാപ്പയല്ലേ, എത്ര കേട്ടാലും സാരമില്ല. ആ ഉമ്മാന്റെ മനസ്സ് എത്ര നല്ല വിശാലമായ മനസ്സാ, എത്ര വിശാലതയുള്ള മനസ്സാ, എന്തൊരു ക്ഷമയുള്ള മനസ്സാ. ഇന്നും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. പക്ഷേ ഖുർആനുമായുള്ള ആ ഒരു നല്ല കണക്ഷൻ, ആ ഖുർആനുമായുള്ള നല്ല ഒരു ബന്ധം പലപ്പോഴും മനുഷ്യൻ വിട്ടുപോയോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇന്ന് ഖുർആനുമായുള്ള കണക്ഷൻ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഊരിപ്പോയി. ഖുർആൻ എന്ന് പറയുന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് ഓതപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു, മാ മിൻ ശഫീഇൻ അഫ്ളലു ഇൻദല്ലാഹി മിനൽ ഖുർആൻ. ആരും ശുപാർശ ചെയ്യാനില്ലാത്ത സമയത്ത്, ഒരാളും റെക്കമെൻഡ് ചെയ്യാനില്ലാത്ത സമയത്ത്, അതേ ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത് എവിടെ സഹായിക്കാൻ? മനുഷ്യന്റെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള സഹായം, അവിടെയല്ലേ യഥാർത്ഥത്തിൽ സഹായത്തിന്റെ ആവശ്യം മനുഷ്യന് വരുന്നത്. ഭൗതിക ലോകത്തെ സഹായങ്ങളാകുന്ന സഹായങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ ഭൗതിക ലോകത്തെ ഗുണത്തിന് വേണ്ടിയാണ് പലരും സഹായിക്കുന്നത്. ഭൗതിക ലോകത്ത് ഗുണം ലഭിക്കാനാണ് പലരും സഹായിക്കുന്നത്. അല്ലേ? നിങ്ങൾ നോക്ക്, മക്കള് ബാപ്പനെ നല്ല നിലക്ക് നോക്കുകയാണ്, ഉമ്മാനെ നല്ല നിലക്ക് ഒതേ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇതെന്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത്? ബാപ്പയും ഉമ്മയും കുട്ടിക്കാലത്ത് മകന് കൊടുത്ത സ്നേഹമാണ്. അല്ലേ? അതുകൊണ്ടല്ലേ വെറും സ്വർഗം മാത്രം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഈമാനുള്ള വിശ്വാസികൾ സ്വർഗം പ്രതീക്ഷിച്ച് ചെയ്യുന്നവരാണ്. അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് മനുഷ്യരാകുന്ന മനുഷ്യര് മുഴുവനും അതേ കുട്ടികൾ വലിയ സ്നേഹം കൊടുക്കുന്നു, കുട്ടികളോട് ആദരവ് കാണിക്കുന്നു. മതമുള്ളവനും ഇല്ലാത്തവനും ബാപ്പനെ സ്നേഹിക്കുന്നു, ഉമ്മാനെ ആദരിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യുന്നു. എന്തിനാണ്? ഞാനും ഇതുപോലെ ഒരു ഉപ്പാപ്പയാകാനുള്ളവനാണ്, ഞാനും ഒരു ഉമ്മയാകാനുള്ളവനാണ്, ഞാനും ഒരു ബാപ്പയാകാനുള്ളവനാണ്. എന്റെയും അതേ വയസ്സുള്ള കാലത്ത്, എന്റെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് എനിക്ക് സഹായമാകാൻ, എനിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു തരാൻ എന്റെ മക്കൾ തുനിയണമെങ്കിൽ എന്റെ മക്കൾക്ക് ഞാൻ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. ഇതിന്റെ പേരിൽ മക്കളോട് നല്ല നിലക്ക് പെരുമാറുന്ന ചില അച്ഛന്മാരില്ലേ, ചില വാപ്പമാരില്ലേ, ചില ഉമ്മമാരില്ലേ, ചില അമ്മമാരില്ലേ,
ആഖിറത്തെക്കുറിച്ച് അവർക്ക് വിശ്വാസമില്ല, സ്വർഗത്തിൽ അവർക്ക് പ്രതീക്ഷയില്ല. ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗമെന്നവർക്ക് അറിയില്ല. അറിയാമെങ്കിൽ തന്നെയും അവരതിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളും മക്കളോട് സ്നേഹം കാണിച്ചത്, ഉമ്മാനോട് സ്നേഹം കാണിച്ചത്, അപ്പനോട് സ്നേഹം കാണിച്ചത്, കുടുംബങ്ങളോട് സ്നേഹം കാണിച്ചത് ഭൗതിക ലോകത്തെ പല നേട്ടങ്ങൾക്കും വേണ്ടിയാണ്. എന്നാൽ ഈമാനുള്ള വിശ്വാസികൾ അങ്ങനെയല്ല. ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പനെ സ്നേഹിച്ചാൽ വലിയ പ്രതിഫലമാണ്. അപ്പനെ ആദരിച്ചാൽ അവന്റെ ഭാവിക്ക് വലിയ ഗുണമാണ്. അപ്പനെ ബഹുമാനിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ നന്മക്ക് നല്ലതാണ്. ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയാൽ അവന്റെ സ്വർഗത്തിന് തന്നെ വലിയ കാരണമാണ്. അതുകൊണ്ടാ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ഞാൻ ഇന്നലെ സുള്ളിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ആ ഉപദേശത്തിന്റെ തുടക്കഭാഗം അവിടെ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനെ വിളിച്ചുപദേശിച്ച ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൽ വഫിസാലുഹു ഫീ ആമി അനിശ്കുർ ലീ വലിവാലിദൈക വഇലൈഹിൽ മസീർ. അനിശ്കുർ ലീ വലിവാലിദൈക ഇലൈഹിൽ മസീർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങളെ ഉമ്മമാരില്ലേ, ആ ഉമ്മമാര് നിങ്ങളെ ഗർഭം ചുമന്നില്ലേ, ഏത് മനുഷ്യനും ബാധകമാണ്. ഏത് മനുഷ്യനും ബാധകമാണ്. നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ മൃഗങ്ങളുടെ കുട്ടികള്, പശുവിന്റെ കുട്ടികള്, അതുപോലെയുള്ള ചില ജീവികള് പ്രസവിച്ച് വീണാൽ മക്കളോട് തള്ള കാണിക്കുന്ന വലിയ സ്നേഹം അല്ലേ? മക്കളോട് വലിയ സ്നേഹം കാണിക്കും അല്ലേ? പശുവിനറിയില്ലേ? പശുവിനറിയില്ലേ? ആർക്കാനല്ലേ പാടില്ലാത്തുള്ളൂ, കാണാൻ പാടില്ലാണ്ടോ? ഇല്ലല്ലോ. പശുവിനറിയില്ലേ? അറിയാ. ആ പശുവിന്റെ കുട്ടിയുടെ അടുത്ത് പോയാൽ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ ഇങ്ങനെ അമ്മ നക്കി കൊടുക്കുകയാണ് അല്ലേ? ചെയ്യല്ലേ? അതൊന്നും കാണലില്ലേ? ആ പശുവിന്റെ കുട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അമ്മ. ആ തള്ള വലിയ സ്നേഹം കാണിക്കുകയാണ്. ഇത് മൃഗങ്ങളിൽ പോലും നമ്മൾ കാണുകയാണ്. അമ്മയും അതേ മക്കളും തമ്മിലുള്ള സ്നേഹം, അമ്മയും മക്കളും തമ്മിലുള്ള ആദരവ്, സ്നേഹപ്രകടനം. എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഖുർആൻ പറയാണ്, അതേ വവസ്വൈനൽ ഇൻസാന, ആദ്യം മനുഷ്യനോട് പറയാണ്, മനുഷ്യന്മാരെ ബിവാലിദൈഹി ഹമലതുഹു വഹനൻ അലാ വഹൽ. ആ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നില്ലേ? ആ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നില്ലേ? എത്ര മാസം? 9 മാസം, 10 മാസം അല്ലേ? ഇവിടെ ഗർഭം ചുമക്കല്ലേ? ഉമ്മ ഗർഭം ചുമന്നു 10 മാസം പറയുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും അതൊരു വലിയ സംഭവമൊന്നുമല്ല അല്ലേ? അത് വലിയ സംഭവമൊന്നുമല്ല. എന്നാ നിങ്ങളെ നാട്ടിലെ പുരുഷന്മാരോട് ഭാര്യക്ക് വേണ്ടി ഒരു 10 മാസം ഒരു 500 ഗ്രാമുള്ള കല്ല് വയറ്റത്ത് വെച്ച് കെട്ടാൻ പറഞ്ഞാൽ ഏത് പുരുഷനാണ് അതിനെ റെഡിയാകുന്നത്? ആ സ്ത്രീകൾ എത്ര വലിയ സഹനത്തോടെയാണ്, എത്ര ക്ഷമയോടെയാണ്, എത്ര പ്രതീക്ഷയോടെയാ മക്കളുടെ കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുന്നത്. ഇതുപോലൊരു ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഒരു ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റൂല എന്ന് മാത്രല്ല, 1ാമത്തെ മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം മുതൽ പിന്നെ ഭാര്യക്ക് ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. പുരുഷനാണ് ഗർഭം ചുമന്നതെങ്കിൽ ഭാര്യന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. കാരണം എന്താണ്? ഭാര്യനോട് ഭർത്താവിന് വെറുപ്പിടിക്കുകയാണ്. കാരണം ക്ഷീണം വരുമ്പം ഭാര്യനോട് വെറുപ്പിടിക്കുകയാണ്, കഴിയാതെ വരുമ്പം വെറുപ്പിടിക്കുകയാണ്. എന്നാ പുരുഷനാകുന്ന ഭർത്താവായ നീ ഗർഭം ചുമന്ന ഭാര്യ അവളെ രാവിലെ ദോശ ഉണ്ടാക്കി തന്നപ്പോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തന്നപ്പോ വേണ്ടതുപോലെ രുചിയാകാതിരുന്നപ്പോ നിനക്ക്
വെറുപ്പ് പിടിച്ചു പോയി. അവളെ വയറ്റിൽ ഒരാള് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം പോലും നിനക്ക് കാണാനില്ല. അപ്പം വെറുപ്പ് പിടിക്കുമ്പോ ഈ ഉമ്മ എന്താ പറയുന്നത്? ആ നിന്റെ ഭാര്യ എന്താ പറയല്? വയറ്റിൽ കുട്ടിയുണ്ട് കൊണ്ടൊന്നും പറയരുത് എന്നാണോ? അല്ല, ക്ഷമയോടെ കേട്ടിരിക്കുകയാണ്. അല്ലേ? എന്തൊരു ക്ഷമയാ! എന്താ കാരണം എന്നറിയോ? എനിക്ക് അതേ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുടെ ബാപ്പയല്ലേ, എത്ര കേട്ടാലും സാരമില്ല. ആ ഉമ്മാന്റെ മനസ്സ് എത്ര നല്ല വിശാലമായ മനസ്സാ, എത്ര വിശാലതയുള്ള മനസ്സാ, എന്തൊരു ക്ഷമയുള്ള മനസ്സാ. അതേ സ്വബറൻ ജമീല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അഴകായ ക്ഷമ, നല്ല അഴകുള്ള ക്ഷമ. പരിശുദ്ധ ഖുർആൻ പറയാണ് നല്ല അഴകുള്ള ക്ഷമ, ഭംഗിയുള്ള ക്ഷമ. ആ ക്ഷമ ഉമ്മ ക്ഷമിച്ചു പോയി. ക്ഷമിക്കലില്ലേ? നിങ്ങളെ ഭാര്യമാരൊക്കെ അപ്പൊ തിരിച്ചും പറയലാ? എന്താ നിങ്ങൾക്കൊരു സംശയം പോലെ ആണോ? ഭാര്യ തിരിച്ചു പറയല? ഇല്ല, ഭാര്യ തിരിച്ചു പറയുന്നില്ല. എന്തൊരു വിനയത്തോടെ അവള് കേട്ടു തരുന്നത്. നമ്മളാണെങ്കിലോ നമ്മളെ ഭാര്യക്ക് പ്രസവിച്ച മോനാണ് എന്ന് ചിലപ്പോ നമ്മള് പറയും. ഇപ്പോ ഭാര്യന്റെ മാർക്ക് ലിസ്റ്റ് സ്കൂളിലെ വന്നാൽ, കോളേജിലെ വന്നാൽ മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നെ നിന്റെ മോനല്ല, മറിച്ചോ ഭാര്യന്റെ മോനായി പോയി. അങ്ങനല്ലേ? ധീർതി കളിക്കുമ്പോ പിന്നെ ഭാര്യനോട് എന്താ പറയാ? എന്റെ മകൻ കുരുത്തക്കേട് കളിച്ചു എന്നാ പറയാ? അങ്ങനെ പറയൂല. പിന്നെ ഓളോട് പോയിട്ട് പറയാണ് നിന്റെ മകൻ ചെയ്ത പണിയറിയോ? എന്നിട്ടും ആ ഉമ്മ എന്തൊരു ക്ഷമയോടാ കേട്ടിരിക്കുന്നത്. എന്റെ മോൻ തന്നെയല്ലേ, ആ മോനിക്ക് വന്ന വീഴ്ചയല്ലേ, ഞാനതിന് കേൾക്കേണ്ടി വന്നാലും എന്റെ മകൻ കേൾക്കണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തത്തിലുള്ള അനുഭവമല്ലേ? എന്നാ ഇതുപോലെ നമ്മളെ ബാപ്പമാര്, നമ്മളെ ഉമ്മമാര് എന്തൊക്കെയാ ക്ഷമിച്ചത് എന്നറിയോ? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മനുഷ്യന്മാരോട് തന്നെ നമ്മൾ വസിയത്ത് ചെയ്യാണ്. മനുഷ്യന്മാരോട് നമ്മൾ അനുശംസിക്കുകയാണ്. അവരെ പ്രിയപ്പെട്ട മാതാപിതാക്കളില്ലേ, ഹമലത്തു ഉമ്മുഹു ബഹനൻ അലാ ബഹന്, ആ ഉമ്മ മാസങ്ങളോളം ഗർഭം ചുമന്നു പോയി. എന്നിട്ടോ ഗർഭം ചുമന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം മുലയൂട്ടണം. സർലാക്ക് കൊടുക്കല. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. നല്ല ജീവിതത്തിൽ കുട്ടികളുടെ ബുദ്ധിക്കും വളർച്ചക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. എന്ത് സർലാക്ക് കൊടുക്കലല്ലേ? സർലാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സിർലാക്ക് എന്ന് പറയാ. കന്നഡയിലെത്തിയപ്പോ സി ആയി. ഞങ്ങളുടെ നാട്ടിൽ സെർലാക്ക് എന്നൊന്നും പറയില്ല. ആ സ്ത്രീകൾ പറയുന്നതാണ്. ഞാൻ വായിച്ചു നോക്കിയിട്ടൊന്നും പറഞ്ഞല്ല. എന്തോ ആകട്ടെ. സെർലാക്ക് കൊടുത്താൽ കുട്ടിയൊക്കെ നല്ല ആരോഗ്യമായിരിക്കും. നിങ്ങൾ കൊടുക്കല്ലേ? എന്റെ കമ്പനി ഒന്നല്ല കേട്ടോ. ഈ സെർലാക്ക് കൊടുക്കുന്ന ഉമ്മമാര് അവരോട് ഞാൻ പറയുന്നു, അവർ മനസ്സിലാക്കേണ്ട കാര്യം അതിനേക്കാൾ എത്രയോ കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, ആരോഗ്യത്തിന്റെ വളർച്ചയ്ക്ക് കുട്ടികൾക്ക് ആവശ്യം ഉമ്മമാര് നൽകുന്ന പാലാണ്. പശുവിന്റെ പാലല്ല, ഉമ്മ നൽകുന്ന പാല്. ഖുർആൻ പറയാണ് 2 വർഷം ആ ഉമ്മ കുട്ടിക്ക് വേണ്ടി പാല് കൊടുക്കുകയാണ്. അപ്പൊ മനസ്സിലായി എത്ര വയസ്സ് വരെ പാല് കൊടുക്കണം? ഒരു 10 വയസ്സ് വരെ കൊടുക്കാല്ലേ? 2 വയസ്സ് വരെ കൊടുത്താൽ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കാത്തതൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാത്ത പ്രശ്നമേ ഉള്ളൂ. ഖുർആൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഖുർആനിലുള്ള വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ ഉമ്മന്റെ ബഹുമാനം പറയാണ്. 2 വർഷം പാല് കൊടുത്തുപോയി. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് അനിഷ്കുർലി, നിങ്ങളെ എനിക്ക് നന്ദി ചെയ്യണം. അല്ലാഹ് പറയാണ് നിങ്ങളെ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ.
മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യണേ. ഇലയ്യൽ ബസീർ, ജനങ്ങളെ മറന്നുപോകണ്ട. അവസാനം എല്ലാരും മടങ്ങാനുള്ളത് എന്റെ അടുക്കലേക്കാണ് കേട്ടോ. അല്ലാഹു പറയാണ് ഇലയ്യൽ ബസീർ, അവസാനത്തെ മടക്കം എന്നിലേക്കാണ്. അതുകൊണ്ട് അനിഷ്കുറിലി, എനിക്ക് നന്ദി ചെയ്തോ. വലിവാലിദൈ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തോ. ഏത് മാതാപിതാക്കൾക്ക് സ്വന്തം ഉമ്മാക്ക് നന്മ ചെയ്യണം, സ്വന്തം ബാപ്പക്ക് നല്ലത് ചെയ്യണം. എന്റെ വയത് കേൾക്കാമെന്ന ഉപ്പമാര്, എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരായ കൂട്ടുകാര്, ഉമ്മാക്ക് നല്ലത് ചെയ്യണം, ബാപ്പക്ക് നല്ലത് ചെയ്യണം, ഉമ്മാമാക്ക് നല്ലത് ചെയ്യണം, ഉപ്പാപ്പാക്ക് നല്ലത് ചെയ്യണം. അവര് ചിലപ്പോ പ്രായത്തിന്റെ പ്രയാസം കൊണ്ടോ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കുറവ് കൊള്ളോ വെറുപ്പ് കൂടുതൽ പ്രകടിപ്പിച്ചാലും തിരിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. തിരിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. വെറുപ്പ് പിടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 വർഷം മടിയിലിരുത്തിയിട്ട് മലയൂട്ടിയ ഉമ്മ, ആ ഉമ്മ എന്തിനാ നിന്നെ മടിയിലേക്ക് വെച്ചത്? എന്തിനാ മടിയിലേക്ക് വെച്ചത്? ഉമ്മാന്റെ മടി ക്ലോസറ്റ് ആക്കി തരാനല്ല. ആ ഉമ്മാന്റെ മടിയിൽ നിൽക്കുന്ന സമയം എന്തിനാ ഉമ്മ മടിയിൽ പിടിച്ചത് അറിയോ? നല്ല നിലക്ക് പ്രയാസമില്ലാതെ എന്റെ മകൻ പാല് കുടിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പാല് കുടിക്കുന്ന സമയത്ത് ഉമ്മ ഒരുങ്ങി വന്ന വസ്ത്രത്തിൽ കാഷ്ടിച്ച് കൊഴുത്തിട്ട് പോലും മൂത്രമൊഴിച്ചിട്ട് പോലും ആ ഉമ്മ വെറുപ്പ് പിടിച്ചിട്ടില്ല. ഉമ്മ വെറുപ്പ് പിടിക്കോ? ചെറിയ കുട്ടി, 2 വയസ്സ് തികയാത്ത കുട്ടി ഉമ്മാന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുമ്പോ മൂത്രമൊഴിക്കുമ്പോ ഉമ്മ എന്ത് ചെയ്യാണ്? കുട്ടീനെ പിടിച്ച് ഏറി വെച്ചു കൊടുക്കുക. അങ്ങനെയാ? എവിടെ നിന്നാടാ ഇതൊക്കെ പഠിച്ചത്? അല്ലേ? അങ്ങനെയാണോ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ? അല്ല, മറിച്ചോ ആ കുട്ടി മൂത്രമൊഴിക്കുമ്പോ പിന്നെയും നെഞ്ഞത്തോട് കൂട്ടിപ്പിടിക്കുകയാണ്. എന്റെ പൊന്നുമോനെ, നിന്റെ വികൃതിയാണോ ഇത്? നിന്റെ വികൃതിയാണോ ഇത്? ഇതൊന്നും ചിലപ്പോ ഇപ്പോൾ ചില ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകൂല. ആ ഭാഗ്യമൊക്കെ പമ്പൈസ് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, കുറച്ച് പ്രായം ചെന്ന മക്കള് പമ്പൈസ് കെട്ടി തന്നാൽ നമ്മളോട് വെറുപ്പ് പിടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. എങ്ങനെ നമ്മളെ മക്കള് നമുക്കും പ്രായമാകും എന്ത് ചെയ്യും? ഇയാളത് വൃത്തിയാക്കാനൊന്നും എനിക്ക് കഴിയൂല, ഇത് വേണ്ടതുപോലെ നന്നാക്കാനൊന്നും പറ്റൂല. നമ്മളോടും അത്ര ദയനല്ലേ കാണിച്ചിട്ടുള്ളൂ. ഏത് സമയത്ത് സംസാരമറിയാത്ത പ്രായമായ എന്റെ പ്രായം, കുട്ടി ചിന്തിക്കേണ്ട. സംസാരിക്കാൻ അറിയാത്ത പ്രായമാണ് എന്റെ പ്രായം. രാവിലെ എനിക്കൊരു സാധനം ഇട്ട് തരും, രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇങ്ങനെ ക്രൂരത ചെയ്ത ഉമ്മയല്ലേ. അതുകൊണ്ട് മണിക്കൂറിലൊക്കെ മാറ്റിയാ മതി, രാത്രിയാകണമെന്നില്ല. ഉമ്മ വിളിച്ചിട്ട് ഇതൊന്ന് മാറ്റിത്തരൂ എന്ന് ചോദിച്ചാലും രാത്രിയായിട്ട് മതിയെന്ന് മക്കള് ചിന്തിച്ചു പോയാൽ അപ്പ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ ഉമ്മമാരെ, എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, യുവാക്കളെ, ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള വകുപ്പുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനെന്താ മുസ്ലിയാരെ പരിഹാരം? നിങ്ങൾ പമ്പൈസ് തീരെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ തന്നെ നിങ്ങൾ പുറത്താക്കി കളയും. അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യത്തിനൊരു യാത്രയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ, അതുപോലെ നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ കുട്ടികൾ കിടക്കുകയാണെങ്കിൽ, അത്തരം സ്ഥലങ്ങളിലൊക്കെ നജസാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അത്യാവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണേ. മക്കളോട് അക്രമം ചെയ്യാൻ പാടില്ല. രാവിലെ
രാവിലെ ധരിപ്പിച്ചിട്ട് രാത്രിയിൽ നോക്കുന്ന നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വാട്സപ്പിലെ മെസ്സേജും നോക്കിയിട്ട് മക്കളോട് പിന്നെ ആലോചിക്കാം എന്ന നിലക്ക് ചെയ്താൽ മക്കൾ തിരിച്ചു ചെയ്തിട്ട് പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ആലോചിച്ചു നോക്ക്, ഈ പമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം ഞമ്മക്ക് ഒരു മണിക്കൂർ ഇട്ട് നമ്മൾ ഇടുവോ? എന്നിട്ട് അതിലെങ്ങാനും മൂത്രമോ അല്ല കാഷ്ടമോ ആയാൽ ഒരു സെക്കൻഡ് ഇടാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഉമ്മമാരെ? എല്ലാരും പറയും കഴിയൂല. എന്നാ കഴിയൂല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ സ്വന്തം മക്കളോട് തന്നെ ചെറിയ പിഞ്ചു പൈതലായിട്ട് ഉമ്മ ഇതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കാൻ കഴിയാത്ത ചെറിയ പിഞ്ചു പൈതല്, ഇതൊന്ന് കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ പറ്റാത്ത ചെറിയ മക്കള്, മക്കളോട് ക്രൂരത ചെയ്യരുത്. ചിലപ്പോൾ ക്രൂരത ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കൂല, അതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്റെ വയത് കേൾക്കാൻ വന്ന ഉമ്മമാര് അത്യാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? വാങ്ങിച്ചു കൊടുത്തില്ലേ? ചിലപ്പോൾ വീട്ടിൽ തന്നെ കയറാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കലില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്ഥാനത്ത് അത്യാവശ്യത്തിനല്ലാതെ നമ്മളെ മക്കൾക്ക് ഇത് ധരിപ്പിക്കാൻ പാടില്ല. നമ്മളെ മക്കളെ സ്നേഹം കുറഞ്ഞു പോകാൻ, നമ്മളെ മക്കളുമായുള്ള ആത്മീയ ബന്ധം കുറഞ്ഞു പോകാൻ, മനസ്സുമായുള്ള ബന്ധം കുറഞ്ഞു പോകാൻ അത് കാരണമാകും കേട്ടോ. മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ കുട്ടിയെ നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്ന ബാപ്പയില്ലേ, നെഞ്ഞോട് ചേർത്ത് പിടിച്ച ഉമ്മയില്ലേ, ആ ഉമ്മാക്ക് കിട്ടിയിരുന്നൊരു സ്നേഹം ഇന്ന് മക്കൾക്ക് കിട്ടുന്നുണ്ടോ? ഇന്ന് ബാപ്പമാർക്ക് കൊടുക്കുന്നുണ്ടോ? വൃദ്ധസദനമാകുന്ന വൃദ്ധസദനങ്ങളിൽ മുഴുവനും ആളുകളെ നിറഞ്ഞു കിടക്കുകയല്ലേ, സ്ഥലമില്ലെന്ന് പ്രയാസപ്പെടുകയല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ ഉസ്താദുമാരില്ലേ? എന്തിനാ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത്? അള്ളാന്റെ ദീന് നിലനിർത്താനാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മുടെ മുസ്ലിമീങ്ങളായ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മദ്രസ പഠനം ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പോയപ്പോ നമ്മുടെ മക്കളും ഇംഗ്ലീഷ് പഠിക്കുന്ന മക്കളാകണം, അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുന്ന മക്കളാകണം, അതോടൊപ്പം തന്നെ നിസ്കാരം പഠിക്കുന്ന മക്കളാകണം. ഇത് ചിന്തിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ ഉസ്താദുമാരോട് പലരും വന്ന് ചോദിച്ചില്ലേ? ഇസ്ലാമിന്റെ വീക്ഷണ പ്രകാരം ഇന്നത്തെ ഒരു വൃദ്ധസദനം തുടങ്ങിയില്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഉപ്പാപ്പമാരുടെ വൃദ്ധസദനത്തിലെ നിസ്കാരം നഷ്ടപ്പെടുന്നത് കാണുമ്പോ ഒരു വൃദ്ധസദനവും കൂടി തുടങ്ങിക്കൂടെ മുസ്ലിയാരെ എന്ന് തുടങ്ങാൻ വേണ്ടി നമ്മുടെ സമുദായത്തിൽപ്പെട്ടവര് തന്നെ അതെ നമ്മളോട് ഉപദേശിക്കാൻ, നമ്മളോട് നിർദ്ദേശിക്കാൻ മടിയില്ലാത്തവരായില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ആ 2 വർഷത്തെ ഉമ്മാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹമില്ലേ, ആ ഒരു സ്നേഹബന്ധം ഉമ്മമാരെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പിഞ്ചു പൈതൽ ഇങ്ങനെ നടക്കുന്നത് പഠിക്കുമ്പോ അതിന്റെ വീഡിയോ എടുത്തിട്ട് ചിത്രീകരിക്കലാണ് സ്നേഹം. ഉമ്മ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? തെറ്റായി പോയി. ഇന്റെ ചെറിയ പിഞ്ചു പൈതല് ഉറങ്ങുന്ന സമയത്ത് ചിരിക്കുന്ന പിക്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പകർത്തിയെടുത്തിട്ട് കുടുംബങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കലാ സ്നേഹം എന്ന തെറ്റിദ്ധാരണ മനസ്സിൽ വന്നുപോയോ? ഒന്ന് തിരുത്തി വെക്കണേ. ഇല്ലെങ്കിലോ പ്രായമാകുന്ന സമയത്ത് അതെ നമുക്ക് അതുപോലെയുള്ള അവസ്ഥയൊക്കെ ചിലപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മക്കളോടുള്ള സ്നേഹം, ആ 2 വർഷത്തെ സ്നേഹമുണ്ടല്ലോ, അത് തികഞ്ഞു കൊടുക്കാൻ ഉമ്മാക്ക് കഴിയണേ, ബാപ്പക്ക് കഴിയണേ. ഇത് സർവ്വജനങ്ങളോടുള്ള ഉപദേശമാണ്, ഖുർആനിന്റെ ഉപദേശം. എന്നാ അല്ലാഹു വീണ്ടും പറയാണ്, നിഷ്കുറലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. പോരാ, വലിവാലിദൈക്, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യണം. ഇലയ്യൽ മസീർ, എനിക്കും നന്ദി ചെയ്തില്ല, മാതാപിതാക്കൾക്കും നല്ലത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങ് താക്കീത് ചെയ്തേക്കാം. അല്ലാഹു പറയാണ്, ഇലയ്യൽ മസീർ, എവിടെയും പോകാൻ പറ്റൂല. ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ബാപ്പന്റെ പൊരുത്തം വാങ്ങാൻ ഭാര്യക്ക് കഴിയുന്നില്ലെങ്കിൽ, ഉമ്മാന്റെ പൊരുത്തം വാങ്ങാൻ
നിന്റെ ഭാര്യക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ചിലപ്പം ദുബായിൽ ജോലി ചെയ്യുന്നയാളാണ്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നയാളാണ്, ഒമാനിൽ ജോലി ചെയ്യുന്നയാളാണ്. എന്നാ ബാപ്പനെ ഉമ്മാനെ വിട്ടിട്ട് അങ്ങ് വിദേശത്തേക്ക് ഭാര്യനെയും ചൊട്ടിയിട്ടങ്ങ് പോകാം. ഭാര്യയുടെ ജീവിതം ബാപ്പന്റെ കൂടെ വേണ്ട, ഉമ്മാന്റെ കൂടെ വേണ്ട. ഉമ്മയും ബാപ്പ എന്ത് നിരകിച്ചാലും കുഴപ്പമില്ല, എന്റെ ഭാര്യക്ക് നല്ല സംരക്ഷണം കിട്ടുള്ളൂ, ഉമ്മാന്റെ പൊരുത്തം വേണമെന്നുള്ള ചിന്തയില്ല. പ്രായം ചെന്ന ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യണമെന്നുള്ള ചിന്തയില്ല. പ്രായം ചെന്ന ഉപ്പാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, എന്നെ ഇങ്ങനെയാക്കി എടുത്ത ബാപ്പക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന ചിന്തയില്ലാത്ത ചെറുപ്പക്കാരനില്ലേ, ചിന്തയില്ലാത്തവനില്ലേ? അവനോട് അള്ളാന്റെ താക്കീതാണ് കേട്ടോ. ഇലയ്യൽ മസീർ. ഭാര്യയുടെ ദുർമന്ത്രണം കേട്ടിട്ട് സ്വന്തം ഉമ്മാനോട് നിനക്ക് വെറുപ്പ് പിടിച്ചില്ലേ? സ്വന്തം ബാപ്പനോട് വെറുപ്പ് പിടിച്ചില്ലേ? അല്ല കാക്കാ, എനിക്കതേ നിനക്കെങ്ങനെയാ എന്റെ ഭാര്യനോട് കൽപ്പിക്കാൻ തോന്നിയത് എന്ന് സ്വന്തം ബാപ്പാന്റെ മുഖത്ത് ചൂണ്ടിയിട്ട് ചോദിക്കാൻ മടിയില്ലാത്ത ചെറുപ്പക്കാര് വളർന്നു വന്നില്ലേ? അള്ളാന്റെ താക്കീത് കേട്ടോ. ഇലയ്യൽ മസീർ. നീ ഏത് ഒമാനിലേക്ക് പോയാലും, ഏത് ബഹ്റൈനിലേക്ക് പോയാലും, ഏത് അമേരിക്കയിലേക്ക് പോയാലും, ഏത് ഫ്രാൻസിലേക്ക് പോയാലും, അല്ല ഏത് പേര് കിട്ടാത്ത രാജ്യത്തേക്ക് പോയാലും, ഏത് രാജ്യത്തുള്ളവരും മടങ്ങുന്ന മടക്കം അവസാനത്തെ മടക്കമില്ലേ? ഇലയ്യൽ മസീർ. അത് എന്നിലേക്കുള്ള മടക്കമാണ്. അത് വെറും കേരളക്കാർക്ക് മാത്രാണോ? ആണോ? അല്ല. കർണാടകക്കാർക്ക് മാത്രാണോ? അല്ല. ഇന്ത്യക്കാർക്ക് മാത്രാണോ? അല്ല. ഏത് രാജ്യത്ത് പോയാലും, എവിടെ പോയാലും, എങ്ങനെ പോയാലും, എങ്ങനെ മുങ്ങിയാലും, എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും ഇലയ്യൽ മസീർ. നിങ്ങളെ മടക്കം എന്നിലേക്കാണ്. അള്ളാന്റെ താക്കീതാണ്. അള്ളാഹ്ക്ക് നല്ലത് ചെയ്തോ, അള്ളാഹ്ക്ക് നന്ദി ചെയ്തോ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തോ, ഇല്ലെങ്കിൽ ഇലയ്യൽ മസീർ. നിങ്ങളെ മടക്കം എന്നിലേക്കാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ ഇത് കേൾക്കുമ്പോ ഉപ്പാപ്പമാരെ, പാപ്പമാരെ, മക്കള് വിദേശത്തേക്ക് ഭാര്യനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോ, ഭാര്യനെയും കൂടെ കൂട്ടട്ടെ എന്ന് ചോദിക്കുമ്പോ, 2 വർഷമായി നാട്ടിലേക്ക് വന്നിട്ടില്ല, 3 വർഷമായി നാട്ടിലേക്ക് വന്നിട്ടില്ല, 1 വർഷമായി ഭാര്യനെ കണ്ടിട്ടില്ല. വീഡിയോ ചിത്രത്തിന് നോക്കിയിട്ട് ഭാര്യനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനായ നിന്റെ മോനില്ലേ, ആ മകൻ വിളിച്ചിട്ട് എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ, ആരോഗ്യമുള്ള ബാപ്പയാണെങ്കിൽ, ആരോഗ്യമുള്ള ഉമ്മയാണെങ്കിൽ ആ മക്കൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും അല്ല എന്റെ മകൻ അങ്ങനെ സുഖിക്കണ്ടെന്ന് ചിന്തിക്കുന്ന ബാപ്പമാരായി, അങ്ങനെ സുഖിക്കണ്ടെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരായി. ഉമ്മമാരെ, നമ്മളും മതപ്പതിക്കാൻ പാടില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നയം എന്താണെന്ന് അറിയോ? ഉമ്മമാരെ മനസ്സിലാക്കി വെക്കണേ. പ്രായം ചെന്നിട്ട് സുഖമില്ലാത്ത സമയത്ത് സേവനം ചെയ്തു തരണമെന്ന് പറയണ്ടെന്നല്ല. ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല. പാപ്പാക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആരോഗ്യം ഉമ്മാക്കുണ്ട്, ഉമ്മാക്ക് ഭക്ഷണം വേണ്ടതൊക്കെ ചെയ്ത് കൊണ്ടു കൊടുക്കാനുള്ള ആരോഗ്യം പാപ്പക്കുണ്ട്. എന്നിട്ടും മക്കളെ പിടിച്ചു വെക്കുന്നവരില്ലേ, അവരോടാ ഞാൻ പറയുന്നത്. അതേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 6 മാസത്തിൽ കൂടുതൽ ഭാര്യയുമായി വിട്ടു നിൽക്കാൻ പാടില്ല. അത് നിന്റെ മകന്റെ മനസ്സ് ഹറാമിലേക്ക് നയിക്കപ്പെടാൻ അത് കാരണമായി പോകും കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ ഭരണം നടത്തുന്ന കാലത്ത് പ്രവാസികളായ ആളുകളോട് പറയല്, 6 മാസത്തിൽ കൂടുതൽ ഭാര്യനോട് വിട്ടു നിൽക്കാൻ പാടില്ല എന്നാണ്. ഏത് കാലത്താണെന്നറിയോ? 1400 കൊല്ലം മുമ്പുള്ള കഥയാ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ കാലമോ ഫിത്ന വല്ലാതെ അധികരിച്ചു വന്നൊരു കാലമല്ലേ. ഹറാമിന്റെ വഴികളാകുന്ന വഴികൾ തുറന്നു വെച്ചിരിക്കുകയല്ലേ, സ്വകാര്യതകൾ അധികരിച്ചിരിക്കുകയല്ലേ. ഭർത്താവ് അറിയാതെ, ബാപ്പ അറിയാതെ, ഭാര്യ അറിയാതെ, കുടുംബങ്ങൾ അറിയാതെ ഹറാമ് ചെയ്യാനുള്ള വഴികൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ അങ്ങനെ 6 മാസവും വിട്ടു നിൽക്കാൻ പരമാവധി നീട്ടി
കൊണ്ടുപോകാൻ പാടില്ല. കഴിയുമെങ്കിൽ ഭാര്യനെ വിദേശത്തേക്ക് കൂട്ടുകയാ വേണ്ടത്. അതിനും കഴിയുന്നില്ലെങ്കിൽ പരമാവധി പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ ചെറുപ്പക്കാരെ സുമനസ് കാണിക്കണേ. ഭാര്യക്ക് നൽകേണ്ട അവകാശം നൽകിയിരിക്കണം, ഭാര്യക്ക് നൽകേണ്ട സ്നേഹം നൽകിയിരിക്കണം, അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. അത് മറ്റുള്ള പെണ്ണിന് കൊടുക്കാനുള്ളതല്ല, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും കാണുന്ന പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. അത് നിന്റെ സ്വന്തം ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്കല്ലാത്ത ആർക്ക് കൊടുക്കുന്നതിന്റെയും വിധി ഹറാമാണ്, സംശയിക്കേണ്ടതില്ല. മഹാനായ തങ്ങളവர்கள் അതിന്റെ ഇടയിൽ പറഞ്ഞില്ലേ, അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചില്ലേ, അന്യ പെണ്ണിനോട് സലാം പറയുന്നതിന്റെ വിധി ഹറാമാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? തങ്ങള് പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? അല്ലാഹു തങ്ങളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങളവர்கள் എന്താ പറഞ്ഞത്? അന്യ പെണ്ണിനോട് സലാം പറയുന്നതിന്റെ വിധി ഹറാമാണ്, അന്യ പുരുഷനോട് സലാം പറയുന്നതിന്റെ വിധി ഹറാമാണ്. അതെ, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കം പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞതെന്താ? അന്യ പെണ്ണിനോട് സലാം പറയാൻ പാടില്ല. അവിടെ പിന്നെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ചാഞ്ചാട്ടമുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയൊരു തോന്നല്, ഒരു വികാരത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, പിന്നെ വയലിന്റെ ആവശ്യമില്ല. ഹറാം കടുപ്പം കൂടി പോയി. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം. ഉമ്മാനെയും ബാപ്പനെയും അനുസരിക്കണം. അങ്ങനല്ലേ ഇതുവരെ പറഞ്ഞു? ഉമ്മാനെയും ബാപ്പനെയും അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരോട് നല്ല വിനയം വേണം, അവരോട് നല്ല സഹതാപം വേണം, നല്ല സ്നേഹം നിറഞ്ഞു നിന്ന സ്നേഹം വേണം. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അവരെങ്ങാനും നിന്നെ ശിർക്കിലേക്ക് വിളിച്ചാൽ, അവരെങ്ങാനും തിന്മയിലേക്ക് വിളിച്ചാൽ, ഹറാമിലേക്ക് വിളിച്ചാൽ, സിനിമക്ക് വിളിച്ചാൽ, ഡാൻസ് ചെയ്യുന്ന സദസ്സിലേക്ക് വിളിച്ചാൽ, അതുപോലെയുള്ള കാര്യങ്ങൾ നിന്റെ മക്കളെ ബാപ്പയോ ഉമ്മയോ കൽപ്പിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫലാ തുതിഉഹുമാ. എത്ര ബഹുമാനമുള്ള ബാപ്പയാണെങ്കിലും, എത്ര ബഹുമാനമുള്ള ഉമ്മയാണെങ്കിലും, ഫലാ തുതിഉഹുമാ, അവർക്ക് നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല. ആർക്ക് വഴിപ്പെടാൻ പാടില്ല? സ്വന്തം ഉമ്മാക്ക് വഴിപ്പെടാൻ പാടില്ല. ഹറാം കൊണ്ട് കൽപ്പിച്ച ബാപ്പക്ക് വഴിപ്പെടാൻ പാടില്ല. ഇടയിലൊന്ന് പറയട്ടെ, ഈമാനുള്ള മോമിനീങ്ങളില്ലേ, അവരെ NRC കാണിച്ചത് കൊണ്ടോ അതല്ലാത്ത മറ്റെന്തെങ്കിലും കാണിച്ചത് കൊണ്ടോ വഴിപ്പെട്ട് കിട്ടൂന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിവരം കെട്ടവരുണ്ടെങ്കിൽ അവരോടും ഒന്നുണർത്തട്ടെ. സ്വന്തം ഉമ്മാക്ക് വഴിപ്പെടരുത് എന്നാ ഖുർആൻ, സ്വന്തം ബാപ്പക്ക് വഴിപ്പെടരുത് എന്നാ ഖുർആൻ. ഈമാനുള്ളൊരു മോമിനിന്റെ മനസ്സ് തട്ടിക്കൊണ്ടുപോകാൻ, ഈമാനുള്ളൊരു മോമിനിന്റെ പെണ്ണിന്റെ മനസ്സ്, ഉമ്മിനത്തായ പെണ്ണിന്റെ മനസ്സ് തട്ടിക്കൊണ്ടുപോകാൻ ഒരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു നേതാവിനും കഴിയൂല. കാരണം സ്വന്തം ഉമ്മാക്ക് പോലും വഴിപ്പെടണ്ടെന്ന് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത്, സ്വന്തം അതേ ബാപ്പക്ക് തന്നെ വഴിപ്പെടണ്ടെന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീഷണിക്കൊന്നും ഇവിടെ ആരും പേടിക്കൂല. ഞങ്ങൾ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവരാ, റബ്ബിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുന്നവരാ. അങ്ങനെ പലരും ഇവിടെ ജീവിച്ചു പോയിട്ടില്ലേ? ഫിറഔനുമാരാകുന്ന ഫിറൗനുമാർ ഇവിടെ ജീവിച്ചില്ലേ? എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ എന്തിന് ഭയപ്പെടണം? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പേടിക്കേണ്ടതുണ്ടോ? ഈമാനുള്ള മോമിനിന്റെ മനസ്സിൽ നിർഭയത്വം മതിയേ, നിർഭയത്വം വേണ്ട. ഈമാനുള്ള മോമിനിന്റെ മനസ്സിൽ ഭയം വേണ്ടതില്ല. ഏത് സമയത്തും നിർഭയനായി ജീവിച്ചോളൂ, ഏത് സമയത്തും നല്ല സന്തോഷവാനായി ജീവിച്ചോളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ കലീമുല്ലാഹി മൂസ?
കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് ഉമ്മ ഒലിപ്പിച്ചു കളഞ്ഞു. എന്തിനാണ് എന്നറിയോ? ഫിറൗനിന്റെ NRC പേടിച്ചിട്ടാണ്. ഫിറൗനിന്റെ NRC കേട്ടിട്ടാണ്. എന്താ ഫിറൗനിന്റെ NRC എന്നറിയോ? ഫിറൗൻ പ്രഖ്യാപിച്ചത് എന്താണ് എന്നറിയോ? ഇവിടെ ജനിക്കുന്ന സർവ്വ കുട്ടികളെയും ആൺകുട്ടികളെയും കൊന്നുകളയണേ. എന്തിനാണ് എന്നറിയോ? ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതാണ്. ഒരു പുരുഷൻ വരാനുണ്ട്, ഒരാള് വരാനുണ്ട്. അയാൾ വന്നു കഴിഞ്ഞാൽ നിന്റെ അവസാനമാണ്. ഫിറൗനിന് പേടിയായി പോയി, ഫിറൗന് പേടിച്ചു പോയി. ചരിത്രങ്ങളെ സാക്ഷിയല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് ഉമ്മ കൊണ്ടുപോയി എവിടെ ഇട്ടു? വഴിയിലിട്ടു. എവിടെയാ അവസാനം മൂസാ നബി അലൈഹി സ്വലാം എത്തിച്ചേർന്നത്? എവിടെയാ? എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. എന്നിട്ട് എവിടെ ജീവിച്ചു? കൊട്ടാരത്തിൽ ജീവിച്ചു. അതുകൊണ്ട് പലരോടും പറയാനുള്ളത്, എവിടെയാ ജീവിക്കാന്ന് പറയാൻ പറ്റൂല. കാരണം ഇതൊരു ഭരണാധികാരിയുടെ കയ്യിലുള്ള നിയന്ത്രണമല്ല കേട്ടോ. അഹങ്കാരം മനസ്സിൽ തോന്നണ്ട. നിയന്ത്രിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിന്റെ നിയന്ത്രണത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു ഫിറഔനുമില്ല, ഒരു ഭരണാധികാരിയും ഇല്ല. എന്റെ വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കാൻ വന്ന ബാപ്പമാരെ, എന്റെ വയത് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, മുസ്ലിമീങ്ങളൊക്കെ അങ്ങ് പുറത്താക്കി കളയൂന്ന് പറയുമ്പോഴേക്ക് മനസ്സ് പേടിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇതുവരെ വെള്ളം തന്നത് റബ്ബാണ് കേട്ടോ. ഒരു ഭരണാധികാരി ഒരു തുള്ളി വെള്ളവും തന്നിട്ടില്ല, ഒരു നേതാവും ഒരു തുള്ളി വെള്ളവും തന്നിട്ടില്ല, ഒരു മനുഷ്യനും തന്നിട്ടില്ല. ആരാ വെള്ളം തന്നത്? അല്ലാഹ്. അല്ലല്ലേ വെള്ളം തന്നത്? ഭരണാധികാരി വെള്ളം തന്നോ? ഇല്ല. അതുകൊണ്ടല്ലേ പഞ്ചായത്തിന്റെ കിണർ കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. ഭരണാധികാരികൾ കിണർ കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. എന്താ കാരണം? പഞ്ചായത്ത് ഭരിക്കുന്നവന്റെ കയ്യിൽ പഞ്ചായത്തില്ല. പിന്നെ അവനിക്കെന്താ പരിപാടി? പഞ്ചായത്ത് അവനില്ലെങ്കിൽ അവനെന്താ പരിപാടി? അവനിങ്ങനെ ശ്രമിച്ചു നോക്കേണ് എന്റെ നാട് വികസിപ്പിക്കാൻ പറ്റുമോ? ചിലർ കീശയാ വികസിപ്പിക്കുന്നത്, ചിലരോ നാടാണ് വികസിപ്പിക്കുന്നത്. അല്ലാഹു നല്ലത് ചെയ്യാൻ എല്ലാ ഭരണാധികാരികൾക്കും തൗഫീഖ് കൊടുക്കട്ടെ. നല്ല ഭരണാധികാരി അവൻ സ്വർഗത്തിൽ വലിയ മുതലാളിയാ. അതേ സ്ഥാനത്ത് അനീതി ചെയ്യുന്ന ഭരണാധികാരിയാണോ, അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇരിക്കട്ടെ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കൊല ചെയ്യാൻ വേണ്ടി ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തില്ലേ? ജ്യോത്സ്യം പറഞ്ഞാൽ അത്രയേ ജ്യോത്സ്യന് പറയാൻ പറ്റൂ, അതിന്റെ അപ്പുറം പറയാൻ പറ്റൂല. വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, ചിലപ്പോ ഏതെങ്കിലും ജ്യോത്സ്യന്മാര് ശൈത്താന്റെ സഹായം നേടിയിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഒക്കെ തികഞ്ഞു പോയി എന്ന് തോന്നാറുണ്ടോ? പൊട്ടത്തരമാണ് കേട്ടോ. ഇങ്ങനെ അതേ അവസാനം പിണ്ടിത്തത്തിലാ പോയി ചാടല്. ഒരുപാട് കുട്ടികളെ ഫിറൗൻ കൊന്നു നോക്കി. സംഭവിച്ചതറിയോ? ഫിറൗൻ ജീവിച്ചു. എവിടെ ജീവിച്ചു? അതേ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ആര് ജീവിച്ചു? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആർക്ക് വേണ്ടിയാ എല്ലാരെയും കൊന്നത്? ആർക്ക് വേണ്ടിയാ? പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ആർക്ക് വേണ്ടിയാ കൊന്നത്? മൂസാ നബി അലൈഹി സ്വലാം വരാതിരിക്കാനല്ലേ? എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. എവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു? അവന്റെ കാലിന്റെ കീഴിൽ, അവന്റെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് അവൻ ചവിട്ടുന്ന ഭൂമിയിൽ തന്നെ കൊണ്ടുപോയി അങ്ങ് നിർത്തി. എന്നിട്ടോ അവനെ കൊണ്ട് ചെലവ് കൊടുപ്പിച്ചു. അവനെ കൊണ്ട് ചെലവ് കൊടുപ്പിച്ചു, അവനെ കൊണ്ട് വെള്ളം കൊടുപ്പിച്ചു, അവനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ചു. അവന്റെ പ്രിയപ്പെട്ട ഭാര്യ വലിയ ഈമാനിന്റെ മാധുര്യം ലഭിച്ച ഉമ്മയല്ലേ, ആ ഉമ്മാന്റെ കൈകൊണ്ട് വളർന്നു. ആ ഉമ്മാന്റെ കൈകൊണ്ട് വളർന്നു. തൊട്ടതൊക്കെ പൊന്നായി പോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഖിദ്മത്ത് ചെയ്തവൻ ഇസ്ലാമിലെത്തി പോയി. ഫിർഔനിന് എത്താൻ കഴിഞ്ഞില്ല. എന്താ കാരണം? മാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ അതാ വീണ്ടും വരുന്നുണ്ട്. യാ ബുനയ്യ, ഓ കുഞ്ഞിമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, മനസ്സിന്റെ ഉള്ളിൽ ഒരു തുള്ളി അഹങ്കാരം പാടില്ല, കിബ്ർ പാടില്ല, അഹംഭാവം പാടില്ല, ഞാനാണെന്ന ചിന്ത പാടില്ല, ഞാൻ വലിയവനാണെന്ന ആലോചന പാടില്ല.
കേൾക്കാവുന്ന ചെറുപ്പക്കാരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ് ഖുലാലഹു ഖൗലൽ ലയ്യിന. ധിക്കാരിയാണ് ഫിർഔൻ, പടച്ചവനാണെന്ന് വാദിച്ചവനാണ്. എന്താ പറഞ്ഞത്? ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയാന്നാ പറഞ്ഞത്? അല്ല. ഞാൻ ഈ നാട്ടിന്റെ ഭരണാധികാരിയാന്നാ പറഞ്ഞത്? അല്ല. അതിനേക്കാളും വലിയ പറഞ്ഞ പിന്നെ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅ്ലാ. ഞാൻ എല്ലാറ്റിന്റെയും വലിയ പഠിച്ചോനെ. ചെറുതാകാൻ ഞാനില്ല, ഞാൻ വലിയ പഠിച്ചോനാണ് കേട്ടോ. ഏറ്റവും ഉന്നതിയിലുള്ള പഠിച്ചോനാണ് കേട്ടോ. ഫിർഔനിനോട് പോലും അള്ളാന്റെ നിലപാട് കണ്ടില്ലേ? അർ-റഹ്മാനിർ റഹീം. വഴിപ്പെട്ടവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ്, അള്ളാനെ വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ് അവനാണ് അല്ലാഹ്. ചെറുപ്പക്കാരെ, ആ റബ്ബ് തന്ന നിഅമത്ത് കിട്ടിയിട്ട് റബ്ബിനോട് നന്ദി ചെയ്യുന്നത്, നന്ദികേട് ചെയ്യുന്നത്, അള്ളാനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്നത്, ദുന്യവീയ ലോകത്തിന്റെ രസത്തിൽ പെട്ടുപോകുന്നത് വലിയ നന്ദികേടല്ലേ? അള്ളാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആ ഫിർഔനിനോട് പോലും അള്ളാന്റെ നിലപാട് കണ്ടില്ലേ? നല്ല മയമായ സംസാരം സംസാരിക്കണേ മൂസാ നബിയേ. ആര് കൊടുത്ത വെള്ളം കുടിച്ചിട്ടാ ഫിർഔൻ ഇത് പറഞ്ഞത്? ആര് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാ ഫിർഔൻ ഇത് പറഞ്ഞത്? അല്ലാഹ് കൊടുത്ത വെള്ളം കുടിച്ചിട്ടല്ലേ? അല്ലാഹ് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടല്ലേ? എന്റെ വയത് കേൾക്കാൻ വന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, നമ്മുടെ സ്വന്തം മോനില്ലേ? ആരാന്റെ മോനല്ല, പോറ്റുമോനല്ല, സ്വന്തം മകനില്ലേ? ആ മകൻ നീ പറയുന്നത് പോലെ ഒന്നനുസരിച്ചില്ലെങ്കിൽ, നീ പറയുന്നത് പോലെ ഒന്ന് കേട്ടിട്ടില്ലെങ്കിൽ, നീ ഉമ്മാനോട് പറഞ്ഞില്ലേ നിന്റെ മകനോട് എന്റെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു, നിന്റെ മകനോട് എന്റെ വീട്ടിൽ കയറി കിടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്ത മോനാണെങ്കിൽ എന്റെ വീട്ടിൽ പ്രവേശനമില്ല. അല്ലാഹ് ഞങ്ങളെ മക്കളോട് അങ്ങനെ പറയേണ്ട ഒരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുതേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ഇങ്ങനെ ഞങ്ങളോട് പറയേണ്ട ഒരു ഗതികേട് നീ നൽകി പരീക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മരെ സഹോദരിമാരെ നന്നാക്കണേ അല്ലാഹ്.